വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. നിങ്ങളുടെ കുട്ടികൾക്ക് മാസത്തിൽ പലതവണയായിട്ട് റെക്കറൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ടോ? അതായത് ജലദോഷം, മൂക്കൊലിപ്പ്, വായിൽ കൂടെ ശ്വാസം എടുക്കുക, മൂക്കടപ്പ്. അതുപോലെ തന്നെ കുട്ടികളെ കാണുമ്പോൾ തന്നെ പല്ലൊക്കെ ഉന്തി നിൽക്കുന്ന ഒരു ഫേഷ്യസ് ആണ് അവർക്കുണ്ടാകുന്നത്. രാത്രി ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുക, അതായത് സ്നോറിങ്, ബാഡ് ബ്രീത്ത്, രാത്രി ഇടയ്ക്ക് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, അത് കാരണം സ്ലീപ്പ് അപ്നിയ, അതായത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് നമ്മൾ പറയും. രാത്രിയിലെ അവരുടെ ഉറക്കം ശരിയാകാത്തത് കൊണ്ട് അവർ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും പഠനത്തിൽ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പറ്റാതെ അവർ പഠനത്തിൽ പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ. റെക്കറൻ്റ് ആയിട്ട് ചെവിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, അതായത് ഓട്ടൈറ്റിസ് മീഡിയ. ഹൈപ്പോനേസൽ സ്പീച്ച്, അതായത് നമ്മൾ അനുനാസിക വചനം എന്ന് പറയും, അതായത് മൂക്കിൽ കൂടെ സംസാരിക്കുന്ന പോലെ ഒരു സ്പീച്ചിൽ പ്രശ്നങ്ങളുണ്ടാകും. വായ തുറന്ന് ഉറങ്ങുന്നത് കൊണ്ട് ഇങ്ങനെ നിര തെറ്റിയ പല്ലുകളും അവരിൽ കാണാം. അപ്പം ഈ ലക്ഷണങ്ങളൊക്കെയും അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ കൊണ്ടോ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ്. അതായത് അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ അഡിനോയിഡൈറ്റിസ് എന്ന് പറയും. നമ്മുടെ മൂക്കിൻ്റെ പുറകുവശത്തായിട്ട് ഒരു ലിംഫാറ്റിക് ഗ്രന്ഥി ഉണ്ട്, അതായത് അഡിനോയിഡ് ഗ്രന്ഥി. അതിനെ ഫാരഞ്ചൽ ടോൺസിൽ എന്നാണ് പറയുന്നത്, നേസോഫാരഞ്ചൽ ടോൺസിൽ. നോർമലി ഇതൊരു 4 മുതൽ 10 വയസ്സ് വരെ അതിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ കുട്ടി പ്യൂബേർട്ടി ആകുമ്പോഴത്തേന് തന്നെ ഷ്രിങ്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. 2 വയസ്സ് വരെ അതിന്റെ വളർച്ച തുടങ്ങിയിട്ട് ഒരു 5-6 വയസ്സിൽ അതിന്റെ ഗ്രോത്ത് കൂടുതലായിരിക്കും. പിന്നെ പ്യൂബേർട്ടി എത്തുമ്പോഴത്തേക്കും ആ ഗ്ലാൻഡ് ഷ്രിങ്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളിലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഗ്ലാൻഡ് വരുന്നത്. മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ ഈ പാത്വേയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് നമ്മൾ പറയും. ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീർപ്പ് കാരണം ആ നേസോഫാരിങ്സ്, ആ പാത്വേ ഫുള്ളി ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഈ എക്സ്റേയിൽ കാണുന്നത് പോലെ അതിന്റെ പേറ്റൻസി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അതായത് രാത്രിയിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, അതായത് കുട്ടിക്ക് ശരിയായിട്ടുള്ള ഓക്സിജൻ ബ്രെയിനിലേക്ക് കിട്ടാതെ വരും, അങ്ങനെ ഒരു ഹൈപ്പോക്സിക് അവസ്ഥയിലേക്കും പോകും. അത് സിവിയർ ആയിട്ട് കഴിഞ്ഞാൽ. ഒന്നാമതായിട്ട് ചില കുട്ടികൾക്ക് പോളൻ ഗ്രെയിൻസിനോട് അല്ലെ പൊടിയോടൊക്കെ അലർജി, ഡസ്റ്റ് അലർജി ഉള്ള കുട്ടികൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ചില സ്മെൽസിനോട് അലർജി ഉള്ള കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ അലർജിക് ഫാക്ടേഴ്സ് കൊണ്ട് ഈ അഡിനോയിഡിനെ അത് ട്രിഗർ ചെയ്ത് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയിലേക്ക് പോവാം, അല്ലെങ്കിൽ അഡിനോയിഡ് ഐറ്റിസിലേക്ക് പോവാം. അതനുസരിച്ച് പറയുമ്പോൾ തന്നെ ഗുരു ആഹാരം, അതായത് കുട്ടികൾക്ക് ദഹിക്കാൻ പാടുള്ള ആഹാരം, കഫം കൂട്ടുന്നതായിട്ടുള്ള ആഹാരം എന്ന് പറയും. അതായത് മൈദ ചേർന്നിട്ടുള്ള ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ബ്രൗണി പോലെയുള്ള സാധനങ്ങളും ജങ്ക് ഫുഡ്സ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, ഇതൊക്കെ ചെല്ലുമ്പോഴത്തേനും ഈവൻ നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി വരെ, അപ്പം അതിൽ കൂടുതലായിട്ടും കപ്പലണ്ടി, ഉഴുന്ന് പോലെയുള്ള ഗുരുവായിട്ടുള്ള സാധനങ്ങളാണ്. അതപ്പോൾ കുട്ടികൾ അമിതമായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെയും കഫം കൂടിയിട്ട് ഇതിനൊരു റീസൺ ആയിട്ട് നമുക്ക് എടുക്കാം. രാവിലെ തന്നെ തലയിൽ ധാരാളം എണ്ണ തേച്ച് സ്കൂളിലേക്ക് പോകുന്ന കുട്ടി, അപ്പം എണ്ണയും ഈ തല വിയർക്കുമ്പോഴത്തേന് ആ സ്വെറ്റും കൂടെ ചേർന്നിട്ട് തലയിൽ വിയർപ്പ് താന്നിട്ട് അങ്ങനെ റെക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കൊണ്ട് കുട്ടിക്ക് നിർത്താതെയുള്ള ചുമയുണ്ടാവും. ഇനി ഇതെങ്ങനെ നമുക്ക് മനസ്സിലാകാം, എങ്ങനെ ഡയഗ്നോസ് ചെയ്യാന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ ലക്ഷണങ്ങളൊക്കെ വെച്ച് തന്നെ ഡയഗ്നോസ് ചെയ്യാം. പിന്നെ എക്സ്റേ, CT സ്കാൻ, നെയ്സൽ എൻഡോസ്കോപ്പി. പക്ഷേ ചെറിയ കുട്ടികൾ ചെയ്യുന്ന വളരെ ഇൻകൺവീനിയന്റ് ആണ്. കൂടുതലായിട്ടും എക്സ്റേയിൽ കൂടെയാണ് ഇത് കൺഫേം ചെയ്യുന്നത്, ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത്. CT സ്കാൻ ആണ് ഗോൾഡൻ കൺഫർമേഷൻ ടൂൾ എന്ന് പറയുന്നത്. പക്ഷെ CT എപ്പോഴും കുട്ടികളിൽ അഡ്വൈസബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നോർമലി എക്സ്റേസ് ആണ് എടുത്താണ് കൺഫേം ചെയ്യുന്നത്. പലരും ഈ അഡിനോയിഡ് ഗ്രന്ഥി വീർത്തിരിക്കുന്നതൊക്കെ പറയുമ്പോഴത്തേനും അവർ കണ്ണാടിയിൽ നോക്കിയപ്പോൾ മൂക്കിനകത്ത് വീർത്തിരിക്കുന്ന ഗ്രന്ഥി കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് നോർമലി കണ്ണാടിയിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒന്നല്ല. നമ്മുടെ മൂക്കിന്റെ ബാക്ക് സൈഡിൽ, അതായത് നമ്മുടെ ത്രോട്ടിന്റെ ഏറ്റവും മുകളിലായിട്ടുള്ള റീജിയനിലാണ് ഈ നേസോഫാരഞ്ചൽ ടോൺസിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ ഗ്രന്ഥിക്ക് ഉണ്ടാവുന്ന ഹൈപ്പർട്രോഫി കാരണം നമ്മുടെ ചെവിയിൽ നിന്ന് മൂക്കിലേക്ക് പോകുന്ന പാത്വേ, അതായത് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും, ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് ബ്ലോക്ക് ആയിട്ട് നമ്മുടെ മിഡിൽ ഇയറിൽ നിന്നുള്ള സെക്രീഷൻസ് ഒന്നും ഡ്രെയിൻ ചെയ്യാതെ അത് അവിടെ കെട്ടി നിൽക്കുന്നു. അങ്ങനെ റെക്കറൻ്റ് ആയിട്ടുള്ള ഓട്ടൈറ്റിസ് മീഡിയ, അതായത് ചെവിക്ക് റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മളതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെയിൻറ്റെയിനിങ് ഓറൽ ഹൈജീൻ. അതായത് കുട്ടി ഫുഡ് കഴിച്ചാൽ ഉടൻ തന്നെ വായ വൃത്തിയായിട്ട് കഴുകുക, അതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളം കുടിക്കാൻ പറയുക. അത് ഏറ്റവും നല്ലതായിട്ട് ഒരു കാര്യമാണ്. ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേന് ദിവസവും 2 നേരം ബ്രഷ് ചെയ്യാനായിട്ട് പറയുക. 2 നേരം എന്ന് മാത്രമല്ല, ഓരോ തവണ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടും ബ്രഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ആവി പിടിക്കുന്നതും അതുപോലെ തന്നെ സ്റ്റീം ഇൻഹലേഷൻ, പിന്നെ മൂക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ചെറിയ ചൂടുവെള്ളം, അതായത് ചെറിയ തുണിയിൽ മുക്കിയിട്ട് ചൂട് വെക്കുന്നത് നല്ലതാണ്.
ഉള്ള കുട്ടികളിൽ ഇത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം നല്ലതുപോലെ വെള്ളം കുടിച്ച് ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പലരും ചോദിക്കാറുണ്ട്, ഇതിന് സർജറി ആണോ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യേണ്ടത്, അല്ല ആയുർവേദത്തിൽ ഇതിന് ചികിത്സയുണ്ടോ, ആയുർവേദം കൊണ്ട് ഇത് ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഇത് സർജറി വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് A/N റേഷ്യോ എന്ന് പറയും. അതായത് നെയ്സോഫാരിങ്സ് എത്രമാത്രം പേറ്റന്റ് ആണ്, നെയ്സോഫാരിങ്സിൽ എത്രമാത്രം ഇതിന് ബ്ലോക്കേജ്, അഡിനോയിഡ് വീർത്തിരിക്കുന്നത് കാരണം എത്രമാത്രം ബ്ലോക്കേജ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സർജറി വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അത് എക്സ്റേ എടുത്താണ് കൺഫേം ചെയ്യുന്നത്. പിന്നെ കുട്ടിക്ക് റെക്കറന്റ് ആയിട്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉണ്ടാവുന്നു. അതായത് രാത്രിയിൽ കുട്ടി ഞെട്ടി എഴുന്നേൽക്കുന്നു, ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതുകൂടാതെ തന്നെ ഈ ബ്രീത്ത്ലെസ്നെസ് ഉണ്ടാകുന്നത് കാരണം ഹൈപ്പോക്സിക് അവസ്ഥയിലേക്ക് കുട്ടി പോകുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് കാരണം ബ്രെയിൻ ആക്ടിവിറ്റിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ. അതുപോലെ തന്നെ മാസത്തിൽ പലതവണ റെക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നു. റെക്കറന്റ് ആയിട്ടുള്ള ചെവിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, അതായത് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ പോലെയുള്ള കണ്ടീഷൻസ്. മീഡിയ കാരണം കുട്ടിക്ക് കണ്ടക്റ്റീവ് ഡെഫ്നെസ്സിലേക്ക് പോവാം, ചെവി കേൾവി പോകുന്ന ഒരവസ്ഥ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് സർജിക്കൽ ഇൻഡിക്കേഷൻ ആണ് പറയുന്നത്. എന്നാൽ സ്ഥിരമായിട്ടൊന്നും അങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്നില്ല, അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ്, ആയുർവേദത്തിൽ അതിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. സിംറ്റംസ് വെച്ചിട്ട് അസസ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ആയുർവേദ മെഡിസിൻസ് വെച്ചുള്ള നസ്യം പോലെയുള്ള ട്രീറ്റ്മെന്റ്സ്, അതുപോലെ തന്നെ കബളം പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസും അവൈലബിൾ ആണ്. ചെവിയൻ, പൂവാങ്കുരുന്നില, ഞവരയില, അതിൻ്റെയൊക്കെ പല പ്രയോഗങ്ങളും നമ്മൾ ആയുർവേദത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഓരോ കണ്ടീഷൻ നോക്കിയാണ് ചെയ്യുന്നത്. മോഡേൺ മെഡിസിനിൽ ഡോക്ടേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നെയ്സൽ സ്പ്രേ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്, നെയ്സൽ ഡീകൺജസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അതിനോടൊപ്പം തന്നെ അവരുടെ ആൻറ്റിബയോട്ടിക് മെഡിസിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്കൊരു കണ്ടിന്യൂസ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഒന്നും അഡ്വൈസബിൾ അല്ലല്ലോ. അഡിനോയിഡിന്റെ സൈസ് അല്ല അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്രപ്പോർഷൻ ഓഫ് ദ സൈസ് ഓഫ് ദ അഡിനോയിഡ് ആണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ പേറ്റൻസി ഓഫ് ദ നെയ്സോഫാരിങ്സ്. ഈ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സർജറി വേണോ വേണ്ടേ, ആ റേഷ്യോ A/N റേഷ്യോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സർജറി വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ നിങ്ങളുടെ കുട്ടികളിൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അതിനുള്ള ചികിത്സ തേടേണ്ടതാണ്. ട്രിവാൻഡ്രത്ത് പൂജപ്പുരയിൽ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. ഇവിടെ ബാലചികിത്സാ വിഭാഗമുണ്ട്. അവിടെ ഇങ്ങനെയുള്ള കേസുകൾ ധാരാളം വരാറുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും അവിടുന്ന് കൊടുക്കാറുണ്ട്. ജില്ലയിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലൊക്കെ തന്നെ ബാലരോഗ ചികിത്സാ വിഭാഗമുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ചികിത്സ തേടാവുന്നത്. കുട്ടികളുടെയും ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചും ദോഷാവസ്ഥയൊക്കെ നോക്കിയിട്ടാണ് ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും അഡിനോയിഡ്സിന് ഒരേ മരുന്നായിരിക്കില്ല കൊടുക്കുന്നത്. അഡിനോയിഡ് ഹൈപ്പർട്രോഫി, അഡിനോയിഡൈറ്റിസും രണ്ടും ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മെഡിസിൻ ആണ് ആവശ്യം. ഒരിടത്ത് കഫദോഷമാണെങ്കിൽ ഒരിടത്ത് പിത്താനുബന്ധ കഫദോഷമാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്.